അങ്ങനെ സിഡ്നി എയർപോർട്ടിൽ നിന്ന് ലഗേജ് മിസ്സായതിൻ്റെ പേരിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ആയി. എയർപോർട്ടിൽ തന്നെ അറൈവൽ സ്പോട്ടിലേക്ക് എത്താൻ വേണ്ടി ഓസ്ട്രേലിയൻ പോലീസ് പറഞ്ഞു. പിന്നെന്താ നമ്മൾ കറങ്ങാലോ എന്ന് വെച്ചിട്ട് അവിടെ കുറേ മാളിലെല്ലാം കയറാൻ നോക്കി. മാളിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, കാരണം ഞാൻ സിഡ്നിയിലല്ല നിൽക്കുന്നത്. സിഡ്നിയിൽ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തതാണ് 4 ദിവസം അച്ഛനും അമ്മേനെയും കൂട്ടുന്നതിൻ്റെ ഡേയ്സ് സ്പെൻഡ് ചെയ്യും. ഒരു 4-5 ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്തു സിഡ്നിയിൽ. അവിടെ നിന്ന് മെക്ക കണ്ടപ്പം ഞാൻ അങ്ങ് കയറി. എൻ്റെ മോള് പറഞ്ഞു വരൂല്ല, നമുക്കറിയാം ഞാൻ മെക്കയിലും സെഫോറ കയറി പിന്നെ വരൂല്ലെന്നല്ല, പെൺകുട്ടികൾ അങ്ങനെയാണല്ലോ. കയറിയിട്ടുണ്ടെങ്കിലും ആകെ ഒരു ലിപ്സ്റ്റിക്ക് മാത്രം എടുത്തു, അതെടുത്തിട്ട് നമ്മളെ പേഴ്സ് കാലിയായി. ഞാൻ എടുത്തത് ഷാർലറ്റിൻ്റെ ഫേമസ് ആയിട്ടുള്ള വോക്ക് ഓഫ് നോഷിയും പില്ലോ ടോക്ക് എടുത്തിട്ടില്ല. പില്ലോ ടോക്ക് എനിക്ക് ചേർന്നിട്ടില്ല, വാഷ് ഔട്ട് ആയിപ്പോയി. അപ്പം ഞാൻ ഇതെടുത്തു, വോക്ക് ഓഫ് നോഷിയും. പക്ഷേ അതെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ റേറ്റിംഗ് ചെയ്യുന്നുണ്ട്, എടുക്കണമായിരുന്നു, കാരണം അതൊരു കൈൻഡ് ഓഫ് റെഡ് കളറാണ് വരുന്നത്. പിന്നെ നമ്മൾ മെക്ഡിയിൽ പോയി ബർഗറും റാപ്പൊക്കെ കഴിച്ചു. അമ്മക്ക് സത്യം പറഞ്ഞാൽ ഈ ബർഗറും റാപ്പൊന്നും വലിയ ഇഷ്ടമായിട്ടില്ല, തീരെ ഇഷ്ടമായിട്ടില്ല. അമ്മ പറഞ്ഞത് നാട്ടിലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതിയായിരുന്നു. എന്നിട്ട് അമ്മ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങ് നിന്നു.